ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ തിരക്ക് കാരണം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ പെരുന്നാൾ തലേന്നൊക്കത്തെ വീഡിയോ ആണ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് മൈലാഞ്ചി ഇടാൻ വന്നീന് അമ്മേൻ്റെ മോളേനു. അങ്ങനെ ഓൾക്കുള്ളിലും പുറത്തൊക്കെ മൈലാഞ്ചി ഇട്ടെടുത്ത്. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് പെരുന്നാൾക്ക് മൈലാഞ്ചി ഇടലാണല്ലോ മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ ഓൾക്ക് ഇട്ടെടുത്തൊക്കെ കഴിഞ്ഞ് വന്ന് കടന്ന് നീച്ചപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അനിയത്തിയും മോളും ആപ്പാപ്പൊക്കെ വന്നിരുന്നു. അങ്ങനെ ഓൾക്കും മൈലാഞ്ചിയൊക്കെ ഇട്ടെടുത്ത്. പിന്നെ മഗ്‌രിബിക്ക് ഇങ്ങനെ ഇവിടെ അയൽവാസി കുട്ടികൾ അമ്മേൻ്റെ കുട്ടികളൊക്കെ വന്ന് അങ്ങനെ അവർക്കെല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന തിരക്കേന്. നമ്മളൊക്കെ സംബന്ധിച്ച് മൈലാഞ്ചി ഇടൽ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല. എനിക്ക് കല്യാണത്തിന് മുന്നേയും മൈലാഞ്ചി ഇട്ട കുട്ടികളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എവിടെയും മൈലാഞ്ചി ഇടാൻ ഇഷ്ടംമാതിരി കുട്ടികളാണ്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് അരിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി വെക്കും. പിന്നെ മൈലാഞ്ചി ഇടൽ തുടങ്ങും. അങ്ങനെ എല്ലാവർക്കും മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മാക്ക് മൈലാഞ്ചി ഇട്ടെടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തറവാട്ടിലേക്ക് എല്ലാവരും കൂടി പടക്കം പൊട്ടിച്ചാൻ പോയി. അങ്ങനെ അവിടെ കൂടിയിട്ട് എല്ലാവരും കൂടി നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ച്. പിന്നെ മാപ്പിള ഇങ്ങനെ പടക്കം പൊട്ടിച്ചതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പൂതി പടക്കം പൊട്ടിച്ചാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും പൊട്ടിച്ചണമെന്ന്. ഞാൻ അങ്ങനെ വിട്ട് നിന്ന് കണ്ടുള്ള പരിചയമുള്ളൂ. ഫസ്റ്റ് ടൈമായിട്ടാണ് പടക്കം പൊട്ടിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കത്തിച്ചത് ചക്രം ഉണ്ടല്ലോ അതേന്ന് ഇങ്ങനെ കത്തിച്ച്. അങ്ങനെ കത്തിച്ച് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ പിന്നെ പൂത്തിരിയൊക്കെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ ചിക്ക് ബുക്ക് പറഞ്ഞ ഒരു പടക്കം ഉണ്ടല്ലോ അത് ഇവരിങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി ചെയ്ത് നോക്കാൻ. പക്ഷെ ഇവർ ചെയ്യാൻ അയക്കൂല എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു പൂതിയായിട്ടാണ്. അങ്ങനെ പറഞ്ഞ സോപ്പിട്ട് ഏതായാലും എനിക്കും പൊട്ടിച്ചാൻ തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ തിരി കത്തിയോട് കൂടി എറിയണമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമല്ല എൻ്റെ കൈ ഇങ്ങനെ വിറക്കായില്ല. ഓരോ പറഞ്ഞ് എറിയടിയെന്ന് അതിങ്ങനെ തിരി കത്തിയപ്പോൾ ഞാൻ ആ വേച്ചാറിൽ എറിഞ്ഞപ്പോൾ എൻ്റെ ടോപ്പും എൻ്റെ കൈ തട്ടിയിട്ട് ആ പടക്കം പോയത് എൻ്റെ ബാക്കിലാണ്. അപ്പോൾ അതിമത്തെ തിരുമത്തെ അതായത് നമ്മൾ തീപ്പൊരി ഉണ്ടാവുമല്ലോ അതിൻ്റെ ഡ്രസ്സൊക്കെ പാറി ഡ്രസ്സൊക്കെ കത്തി. പക്ഷെ ഞാൻ ഡ്രസ്സ് കത്തി ഞാൻ കണ്ടിട്ടില്ലേ. ഞാൻ പടക്കം പൊട്ടുണ്ടല്ലോ വെച്ചിട്ട് ഞാൻ മണ്ടിക്കും. അവർ ബാക്കിൽ പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഞാൻ ബാക്കിൽ കാണാനോ ഇട്ടിക്കണെന്ന് വെച്ചിട്ടാണ് ഞാൻ മണ്ടത്. പക്ഷെ ഓല് ബാക്കിൽ അറിയണേ എൻ്റെ ടോപ്പിലും പാൻറ്റിലോ തീ പിടിച്ചെന്ന് കണ്ടിട്ടാണ്. പിന്നെയാണ് ഞാൻ കണ്ടത്. പിന്നെ പഠിച്ചവൻ്റെ കാവലുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പൊള്ളലൊന്നും ഉണ്ടായില്ല. ഡ്രസ്സൊക്കെ ഒന്ന് കത്തിയെന്നല്ലാതെ. അങ്ങനെയും സംഭവിച്ചിട്ടും ഇൻട്രസ്റ്റ് ഒന്നും വിട്ടിട്ടില്ല. പിന്നെയും പടക്കം പൊട്ടിച്ചലും പൂത്തിരി കത്തിച്ചലൊക്കെ തിരക്കേന്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വേറെ അയൽവാസി കുട്ടികൾ വന്ന്. അങ്ങനെ ഓൽക്കൊക്കെ മൈലാഞ്ചി ഇട്ടെടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്നും മൈലാഞ്ചി ഇട്ട് ഞാൻ ബിഗ് ഇടല്. എനിക്കിഷ്ടം ബിഗ് കാരണം പെട്ടെന്ന് പോകുമല്ലോ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വൃത്തിയും ബിഗ് കാണാനേന്നല്ല. അങ്ങനെ പിന്നെ എല്ലാവരും മൈലാഞ്ചിയൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ പെരുന്നാൾ. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ തീ കൊടുത്തൊരു പെരുന്നാളായിരുന്നു. കണ്ടു നിന്നവരൊക്കെ ഒന്ന് ബേജാറായി. പക്ഷെ എനിക്കത്ര വിഷയമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ കാണില്ലല്ലോ എൻ്റെ ബാക്കിൽ കത്തുന്നത്. പിന്നീട് ഞാൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തീ ഇങ്ങനെ ഡ്രസ്സുമ്മേക്കും പടർന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു കേടുപാടും ഇല്ലാതെ കഴിച്ചിലായി. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ പെരുന്നാൾ. അപ്പോൾ ഇതുപോലെ ഓരോ പൊട്ടത്തരമൊക്കെ ഒപ്പിച്ച അനുഭവങ്ങളുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം.